BTSന്റെ FF ചെയ്യുന്നതിനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗോൾഡൻ മാഗ്നെ ജിയോൺ ജംഗുക് നമ്മുടെ സ്വന്തം കുക്കിക്കുട്ടൻ്റെയാണ് ഇന്നത്തെ സ്റ്റോറി. എനിക്ക് ഒരുപാട് ഭാവനയിൽ ആസ്വദിച്ചൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ആസ്വദിപ്പിച്ച് നിങ്ങളോട് പറയാം. ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കഥയിലെ നായിക നിങ്ങളാണ്. നിങ്ങൾ ഏത് ബയസുമാവട്ടെ, നിങ്ങളുടെ ബയസ് ഏതുമാവട്ടെ, കൂക്കി ആയിക്കോട്ടെ, വി കുട്ടനായിക്കോട്ടെ, ജിമിക്കുട്ടനായിക്കോട്ടെ, ഹോപ്പിച്ചനായിക്കോട്ടെ, യുങ്കിച്ചനോ ജൂനിച്ചനോ, അതല്ലെങ്കിൽ നമ്മുടെ ജിന്നൊപ്പയോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ബയസ് ആരും ആയിക്കോട്ടെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ ഈ കഥയിൽ സങ്കല്പിക്കേണ്ട നായിക നിങ്ങളാണ്. ഒരിടത്തരം സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് നിങ്ങൾ. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഇതാണ് നിങ്ങളുടെ കുടുംബം. പിന്നെ നിങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കാണാൻ അതിസുന്ദരിയൊന്നുമല്ല, എന്നാലും ആരും കണ്ടാൽ വെറുക്കാത്ത ഒരു സൗന്ദര്യം. സ്വഭാവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നല്ല മാനുഷിക മൂല്യങ്ങളുള്ള പെൺകുട്ടി. ഒപ്പം ചെറിയൊരു കലാകാരി, നൃത്തം ചെയ്യും, പാട്ട് പാടും, ഇതെല്ലാം ചെയ്യുന്നൊരു കലാകാരി. എന്നാൽ പുള്ളിക്കാരിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സാമർഥ്യമില്ല. ഒരു കാര്യത്തിൽ സാമർഥ്യമില്ല, തൻ്റെടമില്ല എന്ന് മാത്രമല്ല, എല്ലാവരും പേടിയാണ്. അതാണ് നമ്മുടെ നായികയുടെ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിത്തൊണ്ടി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ വാലായിട്ട് 3 കൂട്ടുകാരികൾ നടക്കുന്നുണ്ട്. 3 കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ അങ്ങ് ചെറുതാക്കുന്നില്ല, അങ്ങേയറ്റം കട്ടച്ചങ്കത്തികൾ, എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന കട്ടച്ചങ്കത്തികൾ. ഒന്നാമത്തെ ആള് ജൂലി, ആരെയും വകവെക്കാത്ത സ്വഭാവം. ആരടാന്ന് ചോദിച്ചാൽ എന്താന്നല്ല ചോദിക്കുക, ഒറ്റയടിക്ക് മൂക്കിൻ്റെ പാലം പിടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു തൻ്റെടിയായ ഒരു റൗഡി പെണ്ണ്. രണ്ടാമത്തവൾ അഞ്ജലി. ജൂലി ഉണ്ടാക്കുന്ന കേസുകളൊക്കെ പരിഹരിക്കുന്ന, ജൂലിയെ കൺട്രോൾ ചെയ്യുന്ന, ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ പുറത്താരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടായാലോ ഇതെല്ലാം പരിഹരിക്കുന്ന ഒരു കുട്ടി. അടുത്തയാള് മരിയ. മരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ലോകത്തൊന്നുമല്ല, വേറെ ഏതോ സ്വപ്നലോകത്ത് കുറേ സിനിമാ നടന്മാരും നടിമാരും, ഹോളിവുഡ്, ബോളിവുഡ്, K-pop, അങ്ങനെ വേറെ ഒരു ലോകത്താണ് പുള്ളിക്കാരി. ഗ്രൂപ്പിൻ്റെ കൂടെ നടക്കുന്നതേ ഉള്ളൂ, കടൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ, മനസ്സിലെ ചിന്ത മൊത്തം വേറെ എങ്ങോട്ടോ ആണ്. ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് മാറ്റുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു അരക്കിറുക്കി. ഒരു ദിവസം ഞായറാഴ്ച ഇവരെല്ലാവരും ഒന്നിച്ച് ബീച്ചിൽ പോയിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ തണുത്ത കാറ്റൊക്കെ വീശുന്ന ഒരു അടിപൊളി സായാഹ്നം. മരിയ, നല്ല കാറ്റ്, നല്ല സുഖം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ നമ്മുടെ ജിമിൻ്റെ സെറൻഡിപ്പിറ്റി കേൾക്കാൻ തോന്നുന്നുണ്ട്. ജൂലി, സെറൻഡിപ്പിറ്റി അതെന്നെ ദാനം, നിനക്കറിയില്ലേ? ജിമിനെ അറിയോ? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആഴ്ചയിലത്തെ വർത്താനൊന്നും പറയണ്ട. ഇവിടെ മനുഷ്യന് ഈ നാട്ടിലുള്ളവരെ അറിയത്തില്ല. പിന്നെ നീ പറയുന്ന പോലെ കണ്ട തെക്കൻ കൊറിയയിലും ഉത്തര കൊറിയയിലും പോയി എനിക്ക് കിങ് ജോങ്-ഉന്നിനെ അറിയാം. അയാളല്ല, അവർ നോർത്ത് കൊറിയ, ഇത് സൗത്ത് കൊറിയ. ജിമിൻ, മൈ BTS ബയസ്. നിർത്ത്, ഓവർ ആക്ഷൻ നിർത്ത്. ദേ ആ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ആ സ്വപ്ന ലോകത്തോടൊക്കെ പോകുന്നതേ പതുക്കെ, അതിനുള്ള ടൈം ആയിട്ടില്ല. അഞ്ജലി, എടാ നല്ല തണുത്ത കാറ്റുണ്ട്, നല്ലൊരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു ചൂട് കോഫി വാങ്ങിയിട്ട് വരാം. നമ്മുടെ നായിക പറയണേ, ഇവിടെ ഇരിക്കും, ഞാൻ വാങ്ങിയിട്ട് വന്നാൽ മതിയോ? പെട്ടെന്ന് പോയിട്ട് വരാം. 4 കോഫി മാത്രം മതിയോ? കോഫി മാത്രം പോരാട്ടോ, 4 വടയും കൂടെ മേടിച്ചോണ്ട് പോവാം. എന്നാ ശരി, കോഫി 4, വട 4, പെട്ടെന്ന് പോയിട്ട് വരാവേ. എടി വേണേ, നിൻ്റെ കൂടെ ആരെങ്കിലും വരണോ? നിന്നെ ഒറ്റയ്ക്ക് വിട്ടെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മ നാളെ എന്നെ പിടിച്ച് വഴക്കുറല്ലോ കേട്ടോ. അല്ലേ തന്നെ നിൻ്റെ അമ്മയുടെ ചില സമയത്ത് ചൊറിഞ്ഞ സ്വഭാവം കാണുമ്പോൾ എനിക്ക് പിടിച്ച് 2 അടി കൊടുക്കാൻ തോന്നുന്നുണ്ട്. എടി പോടി, എൻ്റെ അമ്മ പാവടി. ഒന്നാമത് നിന്നെപ്പോലൊരു തലതെറിച്ചവളുടെ കൂടല്ലേ ഞാൻ നടക്കുന്നത്, അതിൻ്റെ ഒരു പേടി എൻ്റെ അമ്മയ്ക്കുണ്ട്.
ആ ഉവ്വ ഉവ്വ ഞാൻ പോയിട്ട് വാ കൂട്ട് വേണ്ടെങ്കിൽ. ഞാൻ വളർന്ന നാടല്ലേ, എനിക്ക് കൂട്ടിനൊന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ നായിക കോഫി വാങ്ങാനായിട്ട് കുറച്ചും കൂടി നടന്ന് പോകണം. അവിടെ പോയി ഒരു കടയിൽ പോയി 4 കോഫി വാങ്ങി തിരിയുമ്പോഴാണ് ഏട്ടൻ്റെ കോൾ. മൊബൈൽ റിങ് ചെയ്യുന്നു. അയ്യോ ഏട്ടൻ! പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കോഫി അടുത്തുള്ള ടേബിളിലേക്ക് വെക്കുകയും അടുത്തിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് കോഫി മറിയുന്നു. അയ്യോ ചേട്ടാ സോറി, ചേട്ടാ ഒന്നും വിചാരിക്കല്ലേ ഏട്ടാ. അയ്യോ ഏട്ടാ ഭയങ്കര പൊള്ളിയോ ദേഹം? സോറി, ഞാൻ തുടച്ചു തരാം. എടാ ഓമാച്ച, ഏതാടാ ഈ കുട്ടി? കൊള്ളാലോ. പൊന്നുമോളെ, ചേട്ടൻ്റെ ദേഹം പൊള്ളിയൊന്നുമില്ല കേട്ടോ, എന്നാലും റിയലി ഹോട്ട്. എന്നതാ കോഫിയാണോ ഹോട്ട്? ആ കോഫിയും ഹോട്ട്, പിന്നെ ഈ കുട്ടിയും. ചേട്ടാ സോറി, എന്നാൽ പിന്നെ ഞാൻ പോവാണേ. അവന്മാരുടെ വർത്തമാനത്തിലെ പന്തികേട് മനസ്സിലാക്കിയ നമ്മുടെ നായിക വെപ്രാളം പിടിച്ച് പെട്ടെന്ന് അടുത്ത കോഫിയും വാങ്ങി വടയും വാങ്ങി വിട്ടുപോവുക. നടക്കുന്ന നമ്മുടെ നായികയുടെ പിന്നാലെ വരും അവന്മാർ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കടുമുട്ടാന്മാർ തടിയന്മാർ പുറകെ വരുന്നു. നമ്മുടെ നായിക വിറച്ച് വെപ്രാളത്തിൽ നടന്നു പോവുക. ദൈവമേ, പെട്ടെന്ന് അവളുമാരുടെ അടുത്തൊന്ന് ചെന്നാൽ മതിയായിരുന്നു. അപ്പോഴേ ചോദിച്ച അവളുമാർ കൂട്ടുവെല്ലാം വേണമെന്ന്. ഇവരെൻ്റെ പിന്നാലെയാണോ ഈശ്വര വരുന്നത്? അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന നായിക ഒറ്റത്തട്ട്. എന്തിലാ? ഒരു ബൈക്കിൽ. കോഫി വട ഒരിടത്ത്, നമ്മുടെ നായിക ഒരിടത്ത്. റോയൽ എൻഫീൽഡാ സാധനം. അതിൻ്റെ മേളിലേ ഒരു പരുന്തിരിപ്പുണ്ട്. ആ റോയൽ എൻഫീൽഡിൻ്റെ മുകളിൽ ഒറിജിനൽ പരുന്തൊന്നുമല്ല കേട്ടോ, സ്റ്റൈലിനായിട്ട് ഉണ്ടാക്കി വെച്ച പരുന്തിൻ്റെ സ്റ്റാച്ചുവാ. ബൈക്ക് അവിടെ ഇരിക്കട്ടെ, നായിക വെപ്രാളത്തിൽ ബൈക്കിൽ നിന്ന് വിറച്ച് നോക്കുമ്പം ആരാ? La 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 la. പറയണ്ടല്ലോ, ഹാഫ് സ്ലീവുള്ള ഒരു ബ്ലാക്ക് ടൈറ്റ് ഷർട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുക. മുകളിലുള്ള 4 ബട്ടൺസ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുക കേട്ടോ. നെറ്റിലേക്ക് വീണ് കിടക്കുന്ന മയിൽപ്പീലി പോലെ മൃദുലമായ മുടികൾ. മുടിയുടെ നിറം എന്താണെന്നറിയാവോ? നല്ല ചെമ്പൻ കളറ്. ഇടം കാതിലാണെങ്കിലോ സിൽവറിൻ്റെ റിങ്സ്. പിന്നെ കഴുത്തിലാണെങ്കിൽ ഒരു കറുത്ത ചരടും അതിൻ്റെ അറ്റത്തായിട്ടൊരു പുലിനഖത്തിൻ്റെ ലോക്കറ്റും. കൈകൾ നിറയെ വ്യത്യസ്ത തരത്തിലുള്ള ബാൻഡുകളൊക്കെ ഇട്ടേക്കുവാണ്, ബ്രേസ്ലെറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ നായകൻ നല്ല വീണതിൻ്റെ ചമ്മലും തൻ്റെ വണ്ടി, ദൈവത്തെ പോലെ കൊണ്ടുനടക്കുന്ന വണ്ടിക്ക് അപകടം പറ്റിയോ എന്നുള്ള ടെൻഷനും എല്ലാം കൂടെ മൂത്ത് വട്ടനെ പോലെ ചാടി എണീറ്റ് നമ്മുടെ നായകൻ. നിന്റെ മുഖത്തിനടി കണ്ണില്ലേ? എങ്ങോട്ടടി പോകുന്നേ? സ്വപ്നലോകത്താണോ നീയൊക്കെ നടക്കുന്നേ? ഓരോന്ന് കുറ്റിയും പറിച്ചും വന്നോളൂ ഇങ്ങോട്ട്. ശേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ കണ്ടില്ല, സോറി. കണ്ടില്ല പോലും, അതെങ്ങനാ? പെണ്ണുങ്ങൾ മാനത്ത് നോക്കിയാണ് നടക്കുന്നത്. ആ ചേട്ടന്മാർ എന്നെ ശല്യം ചെയ്യുക, എൻ്റെ പുറകെ വരാൻ എനിക്ക് പേടിയാണ്. എൻ്റെ കൂട്ടുകാർ കുറച്ചങ്ങോട്ട് മാറിയുള്ളൂ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കണ്ട കേസുകളിലൊന്നും ഇടപെടാൻ പറ്റില്ല. വിട്ടുപോ. എനിക്ക് പേടിയാണ്. വെപ്രാളം കൊണ്ട് നമ്മുടെ നായിക നമ്മുടെ കൂക്കിയെ കയറി വട്ടം